Good morning. Spherical coordinates. So as seen in figure, the spherical coordinates of a point P are given by the order triple rho phi theta, where rho is the distance from the origin to P. So നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ട്രിപ്പിൾ റോ ഫൈ തീറ്റയാണ്. ഇതിൽ റോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ടു പി. ഒറിജിനിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റോ. Phi is the angle between the positive z axis and the vector OP. OP എന്ന് പറയുന്ന വെക്ടറും പോസിറ്റീവ് z ആക്സിസും ഇടയിലുള്ള ആംഗിൾ ആണ് phi എന്ന് പറയുന്നത്. And theta is the angle measured from the positive x-axis to the vector projection OQ of OP. അപ്പോൾ ഈ OPയുടെ വെക്ടർ പ്രൊജക്ഷൻ ആണ് OQ. അപ്പോൾ പോസിറ്റീവ് x-axisൽ നിന്ന് ഈ വെക്ടർ പ്രൊജക്ഷനിലേക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റ് പി തന്നിട്ടുണ്ട്. ആ പോയിന്റിന്റെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആണ് എക്സ് വൈ സെഡ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഉണ്ട് റോ ഫൈ തീറ്റ. ഇതിൽ റോ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് റോ. ഫൈ എന്ന് പറയുന്നത് ഈ ഒ പി എന്ന് പറയുന്ന വെക്ടറും പോസിറ്റീവ് സെഡ് ആക്സിസിനും ഇടയിലുള്ള ആംഗിൾ ആണ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒ പി എന്ന് പറയുന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ ഒ ക്യു ഉണ്ട്. ആ ഒ ക്യൂനും എക്സ് ആക്സിസിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. സോ ഈ സെക്കൻഡ് ഫിഗർ ഷോസ് ദാറ്റ് എ പോയിന്റ് പി സ്പേസ്ഡ് in space is determined by the intersection of a cone phi equal to constant, a plane theta equal to constant. ഇവിടെ കോൺ എന്ന് പറയുന്നത് phi equal to constant ആണ് കോണ്, theta equal to constant ആണ് നമ്മുടെ പ്ലെയിന്, ആൻഡ് a sphere rho is equal to constant when arises the name spherical coordinate. So ഇതിന്റെ മൂന്നിന്റെയും ഇന്റർസെക്ഷനിലാണ് നമ്മുടെ ഈ പോയിന്റ് പി കണ്ടുപിടിക്കുന്നത്. അപ്പൊ കിട്ടുന്ന കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് വിളിക്കുന്നത്. ഓക്കെ, റോ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് നമ്മുടെ സ്ഫിയറിന്റെ ഇക്വേഷൻ, തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് പ്ലെയിനിന്റെ ഇക്വേഷൻ, ആൻഡ് ഫൈ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് നമ്മുടെ കോണിന്റെ ഇക്വേഷൻ. സോ ഇതിന് മൂന്നിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് പി. അതുകൊണ്ട് പിന്റെ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് റോ ഫൈ തീറ്റയാണ്. സോ ദാറ്റ് ഈസ് ക്ലിയർലി ഡെപിക്റ്റഡ് ഇൻ ദിസ് ഡയഗ്രാം. Now നമ്മൾക്ക് കൺവേർഷൻ നോക്കാം. കൺവേർഷൻ ഓഫ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ടു റെക്ടാങ്കുലർ ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും റോ തീറ്റ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള to transform from spherical coordinates rho phi theta to rectangular coordinates x, y, z, we observe from figure that x എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ ഒ ക്യു കോസ് തീറ്റ ആണ്. ഒ ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതിന്റെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒ ക്യു കോസ് തീറ്റ ആണ്. y എന്ന് പറയുന്നത് ഒ ക്യു സൈൻ തീറ്റ ആണ്. ആൻഡ് z എന്ന് പറയുന്നത് ഒ പി കോസ് ഫൈ ആണ്. ഇത് നമുക്ക് വെക്ടർ അനാലിസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു പ്രൊജക്ഷൻ തന്നിട്ട് നമുക്ക് അതിന്റെ എക്സ് വൈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അവിടുന്ന് നമുക്ക് x equal to OQ cos theta, y equal to OQ sin theta, and z equal to OP cos phi. അപ്പോൾ റോ ഫൈ തീറ്റ എന്ന് പറയുന്ന സ്പെറിക്കൽ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും. അതിൽ ഒ ക്യു എന്ന് പറയുന്നത് റോ സൈൻ ഫൈയും ഒ പി എന്ന് പറയുന്നത് റോ ആണ്. ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഒറിജിനിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസിന് നമ്മൾ റോ എന്ന് വിളിക്കും. ഒറിജിനിൽ നിന്ന് ക്യൂലോട്ട് അതിൻ്റെ പ്രൊജക്ഷൻ ആണല്ലോ, ഒ പിയുടെ പ്രൊജക്ഷൻ ആണ് ഒ ക്യു. സോ അതിന് നമ്മൾ റോ സൈൻ ഫൈ ആണ് ഒ ക്യു ഇതിൻ്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദർഫോർ നമുക്ക് ആ ഫോർമുലയിൽ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു ഒ ക്യൂവിന് പകരം റോ സൈൻ ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റോ സൈൻ ഫൈ കോസ് ഫൈ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, ആൻഡ് സെഡ് ഈക്വൽ ടു റോ കോസ് തീറ്റ എന്ന് കിട്ടും. കാരണം ഒ പിയുടെ മാഗ്നിറ്റ്യൂഡ് റോ ആണ്. സോ റോ കോസ് ഫൈ, അതുപോലെ എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ എന്ന് കിട്ടും.
സോ എക്സും വൈയും സെറ്റും കറസ്പോണ്ടിങ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് കാണാനുള്ള ഫോർമുലയാണ് റോ സൈൻ ഫൈ കോസ് തീറ്റ, റോ സൈൻ ഫൈ സൈൻ തീറ്റ, റോ കോസ് ഫൈ. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് കസ്റ്റമറി ടു ടേക്ക് റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ റോ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് എടുക്കണം. മാത്രമല്ല ഫൈ എന്ന് പറയുന്ന ആംഗിൾ എപ്പോഴും 0-ൻ്റെയും പൈൻ്റെയും ഇടയിലായിരിക്കണം. ഫൈ ഈസ് വേരിയിങ് ബിറ്റ്വീൻ 0 ആൻഡ് പൈ. ഇതെപ്പോഴും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ്. ഓൾസോ സിൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ ക്യു എന്ന് പറയുന്നത് റോ സൈൻ ഫൈ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. ദി ഫോർമുലാസ് ആർ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ, theta equal to theta and z equal to rho cos phi enable us to transform from spherical coordinates rho phi theta to cylindrical coordinates r theta z. അപ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് r theta z കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? r equal to rho sin phi, theta equal to theta, z equal to rho cos phi എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് rho phi theta അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് cylindrical coordinates r theta z കിട്ടാൻ വേണ്ടിയിട്ട് r equal to rho sin phi, theta equal to theta, z equal to rho cos phi എന്നുള്ള ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബൈ ഹാർട്ട് ദിസ് ഫോർമുല ആസ് വെൽ ആസ് ദിസ് ഫോർമുല. ഇത് കറസ്പോണ്ടിങ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് കിട്ടാനുള്ളതാണ്, ഇത് കറസ്പോണ്ടിങ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് കിട്ടാനുള്ള ഫോർമുലയാണ്. എക്സാമ്പിൾ, കൺവേർട്ട് 6 π/4 π/3 in spherical coordinates to rectangular coordinates and cylindrical coordinates. So ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത് 6 π/4 π/3. അപ്പോൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ നോട്ടേറ്റ് ചെയ്യാം? റോ ഫൈ തീറ്റ എന്നാണ് നോട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്, ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ആണ്, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/3 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. So identifying rho is equal to 6, theta phi is equal to π/4 and theta is equal to π/3. നമുക്ക് കറസ്പോണ്ടിങ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് കാണാനുള്ള ഫോർമുല x ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ ആണ്. സോ x ഈക്വൽ ടു റോയുടെ സ്ഥലത്ത് 6 വരും, സൈൻ ഫൈ എന്ന് പറയുന്നത് സൈൻ π/4 ആണ്, കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് π/3 ആണ്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ π/4 1 ആണ്, കോസ് π/3 എന്ന് പറയുന്നത് സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് √3√2/2 എന്ന് കിട്ടും. അതുപോലെ y ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ ആണ്. സോ y ഈസ് ഈക്വൽ ടു റോയുടെ സ്ഥലത്ത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈൻ π/4 സൈൻ π/3. സൈൻ π/4 1/√2, സൈൻ π/3 എന്ന് പറയുമ്പോൾ √3/2. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ല, സൈൻ π/3 എന്ന് പറയുമ്പോൾ സൈൻ 60, സൈൻ 60 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് √3/2. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 3√6/2 എന്ന് കിട്ടും. സിമിലർലി z എന്ന് പറയുന്നത് എന്താ? റോ കോസ് ഫൈ ആണ്. അപ്പോൾ 6 കോസ് π/4 ആണ്. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3√2 കിട്ടും. അപ്പോൾ നമുക്ക് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് എന്ന് പറയുന്നത് 3√2/2, 3√6/2, അതുപോലെ 3√2 ആണ്. ഇനി നമുക്ക് എന്ത് വേണം? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ r ഈക്വൽ ടു റോ സൈൻ ഫൈ, തീറ്റ ഈക്വൽ ടു തീറ്റ, z ഈക്വൽ ടു റോ കോസ് ഫൈ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r ഈക്വൽ ടു 6 സൈൻ π/4 എന്ന് കിട്ടും. അപ്പോൾ സൈൻ π/4 1/√2 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3√2 എന്ന് കിട്ടും. അതിൽ തീറ്റ ഈക്വൽ ടു തീറ്റ ആണ്. സോ ഇവിടെ തീറ്റ π/3 ആണെന്ന് കാരണം തീറ്റ ഈക്വൽ ടു π/3 കിട്ടും. z ഈക്വൽ ടു റോ കോസ് ഫൈ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 കോസ് π/4 കിട്ടും. അത് 3√2 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r തീറ്റ z ആണ്. അതിൽ r എന്ന് പറയുന്നത് 3√2, തീറ്റ π/3, z എന്ന് പറയുന്നത് 3√2. അപ്പോൾ 3√2 π/3 3√2. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് കൺവേർഷൻ ഓഫ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ടു സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. അതായത് നമുക്കിപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് XYZ തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആയിട്ട് മാറ്റണം. റോ ഫൈ തീറ്റ എന്നുള്ള ഫോമിൽ മാറ്റണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുക. ടു ട്രാൻസ്ഫോം ഫ്രം റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ടു സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് വി യൂസ് rho square is equal to x square plus y square plus z square.
tan theta equal to y by x, cos phi is equal to z by root of x square plus y square plus z square. അതായത് എക്സ് വൈ സെറ്റ് ആണ് നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. അത് നമുക്ക് ഗിവൺ ആയിരിക്കും. കറസ്പോണ്ടിങ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആണ് റോ ഫൈ തീറ്റ. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഫോർമുല യൂസ് ചെയ്യണം? റോ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ്, കോസ് ഫൈ ഈക്വൽ ടു സെഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് റോ ഫൈ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. സ്പെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. So the volume of a spherical wedge is given by the approximation. ഒരു spherical wedge ന്റെ വോളിയം നമുക്ക് approximately delta V is equal to rho square sin phi delta P delta rho delta phi delta theta ആണ് ഒരു spherical wedge ന്റെ വോളിയം. ഒരു change in volume ആണ് delta V. Thus in a triple integral of a continuous spherical coordinate function f of rho phi theta, the differential of a volume dv is given by dv is equal to rho square sin phi d rho d phi d theta. So, a typical triple integral in spherical coordinates has the form triple integral over d f of rho phi theta dv is equal to integral alpha to beta integral g1 of theta to g2 of theta integral f1 of phi theta to f2 of phi theta f of rho phi theta rho square sin phi d rho d phi d theta. അപ്പോൾ ഈ ട്രിപ്പിൾ ഇൻറ്റഗ്രലിനെ നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ വാല്യൂറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. എഫ് ഓഫ് റോ ഫൈ തീറ്റ ഉണ്ടാവും. ഡി വിക്ക് പകരം നമുക്ക് എന്ത് വരും? ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റോ സ്ക്വയർ സൈൻ ഫൈ ഡി ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് വാല്യൂറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ റോൻ്റെ റേഞ്ച് ആണ് F1 ഫൈ തീറ്റ ടു F2 ഫൈ തീറ്റ, ഫൈൻ്റെ റേഞ്ച് G1 തീറ്റ ടു G2 തീറ്റ ആൻഡ് തീറ്റയുടെ റേഞ്ച് ആൽഫ ടു ബീറ്റ ആണ് വരുന്നത്. സോ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ എഫ് ഓഫ് റോ ഫൈ തീറ്റ റോ സ്ക്വയർ സൈൻ ഫൈ ഇൻറ്റു ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇതാണ് ഫോർമുല കേട്ടോ. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എക്സാമ്പിൾ നോക്കാം. Find the moment of inertia above the z-axis of the homogeneous solid bounded between the spheres x square plus y square plus z square equal to a square and x square plus y square plus z square equal to b square a less than b. So നമുക്ക് moment of inertia about z-axis ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് സ്പിയേഴ്സിന് ഇടയിലുള്ള moment of inertia. So if delta rho phi theta equal to k is the density. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി ഒരു കോൺസ്റ്റന്റ് k ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം moment of inertia about z axis iz is equal to triple integral over d x square plus y square into k dv ആയിരിക്കും. നമുക്ക് moment of inertia about z axis കാണാനുള്ള ഫോർമുല അറിയാം. triple integral over d x square plus y square into density dv ആണ്. ഡെൻസിറ്റി നമ്മൾ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് k ആക്കി എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു കെ ഡി വി. സോ ഇതിനെ നമുക്ക് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്ന് നോക്കാം. സോ ഫ്രം 5 വി ഫൈൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ ആണ്. ഇക്വേഷൻ 5 ഇക്വേഷൻ 5 നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് റോ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് റോ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ തീറ്റ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് റോ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ ഫൈ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് ഫൈ സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്ന് കിട്ടും.
അല്ലേ? റോ സ്ക്വയർ സൈൻ സ്ക്വയർ 5 കോമൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അകത്ത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. അത് 1 ആയത് കാരണം നമുക്ക് ഇക്വേഷൻ നമ്പർ 5 നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ സ്ക്വയർ 5 ആണെന്ന് കിട്ടും. ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ ആണ്. അത് നമുക്കിവിടെ ഫോർമുലയുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ. സോ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. Thus the equation of the spheres are simply, അപ്പോൾ നമ്മുടെ സ്പിയേഴ്സിന്റെ ഇക്വേഷൻ എന്തായി മാറും? ഇതാണ് നമ്മുടെ സ്പിയേഴ്സ്. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിന് പകരം റോ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റോ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറും കിട്ടും. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിന് പകരം റോ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റോ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയറും കിട്ടും. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു എയും റോ ഇസ് ഈക്വൽ ടു ബിയും ആവും നമ്മുടെ ഇക്വേഷൻസിന്റെ, നമ്മുടെ സ്പിയറിന്റെ ഇക്വേഷൻസ്. ഇനി ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ spherical coordinates the foregoing integral becomes iz equal to, ഇവിടെ സ്പിയർ ആയതുകൊണ്ട് തന്നെ തീറ്റയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 2π മൊത്തം വേരിയേഷൻ വരും. ഇനി നമുക്ക് ഫൈൻ്റെ വേരിയേഷൻ ആണ് കാണേണ്ടത്. ഫൈൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ π വരെയാണ് വരുന്നത്. കാരണം റോ, അതായത് പോസിറ്റീവ് ഒ പി എന്ന് പറയുന്ന വെക്ടർ, നമ്മുടെ പോയിന്റ് പിയിലേക്കുള്ള ഒ പി എന്ന് പറയുന്ന വെക്ടറിന്റെയും പോസിറ്റീവ് സെഡ് ആക്സിസിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ഫൈ. അതുകൊണ്ട് ഫൈ വേരീസ് ഫ്രം തീറ്റ ടു പൈ, പോസിറ്റീവ് സെഡ് ആക്സിസിലേക്കാണ് പോകുന്നത്. സോ തീറ്റ ടു പൈ ആണ് നമ്മുടെ ഫൈൻ്റെ വേരിയേഷൻ വരുന്നത്. ഇനി നമുക്ക് റോയിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എ ടു ബി ആണ്. കാരണം റോ റേഡിയസ് അല്ലേ സ്ഫിയറിന്റെ. അപ്പോൾ ഒരു സ്ഫിയറിന്റെ റേഡിയസ് എയും മറ്റേ സ്ഫിയറിന്റെ റേഡിയസ് ബിയും ആണ്. എ ലെസ് ദാൻ ബി ആയത് കാരണം റോ എന്ന് പറയുന്നത് ആക്ച്വലി ഓയിൽ നിന്ന് നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഒറിജിനിൽ നിന്ന് നമ്മുടെ പി പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. So that will be varying from A to B. Rho varies from A to B, theta varies from 0 to 2π and phi varies from 0 to π. So limits of integration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k is equal to integral 0 to 2π, integral 0 to π and integral A to B rho square into, ഇവിടെ ഈ അകത്ത് കാണിക്കുന്നതാണ് സ്മോൾ റേഡിയസ് വരുന്ന സ്ഫിയർ റെഡ് കളർ, പുറത്ത് കാണിക്കുന്നതാണ് നമ്മുടെ ഹയർ റേഡിയസ് വരുന്ന സ്ഫിയർ ബി റേഡിയസ് വരുന്ന ഫിഗർ ബ്ലൂ കളർ. അപ്പോൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, ഇതാണ് ഫോർമുല, എഫ് ഓഫ് റോ ഫൈ തീറ്റ ഇൻറ്റു റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ ആണ്. അപ്പോൾ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു റോ സ്ക്വയർ സൈൻ ഫൈ, ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ആണ്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ആണ്. ഇൻറ്റു അകത്ത് ബ്രാക്കറ്റിനകത്ത് റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി വി ഡി തീറ്റ. ഇനി ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ റോ റേസ് ടു 4 ഇൻറ്റു സൈൻ ക്യൂബ് ഫൈ എന്ന് വരും ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇവിടെ നമുക്ക് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഡി റോ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ റോ റേസ് ടു 4 ഇൻറ്റു സൈൻ ക്യൂബ് ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ല സൈൻ ക്യൂബ് ഫൈ കോൺസ്റ്റന്റ് ആയിരിക്കും. റോ റേസ് ടു 4 ഡി റോ വരും, അതെന്ന് പറയുന്നത് റോ റേസ് ടു 5/5 ഇൻറ്റു സൈൻ ക്യൂബ് ഫൈ ആണ്. വിത്തിൻ ദി ലിമിറ്റ് എ ടു ബി ആണ്. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ റോക്കാണ് കൊടുക്കേണ്ടത്, റോക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. അതിൽ കോൺസ്റ്റന്റ് ആണ് ബി റേസ് ടു 5 മൈനസ് എ റേസ് ടു 5, അതുകൊണ്ട് അതിന് പുറത്തെടുത്തു. ബാക്കി സൈൻ ക്യൂബ് ഫൈനെ നമ്മൾ സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു സൈൻ ഫൈ എന്ന് എഴുതി. സൈൻ സ്ക്വയർ ഫൈക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു സൈൻ ഫൈ ഡി ഫൈ. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. ആ റിസൾട്ടിനെ വീണ്ടും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ആൻസർ 8πk/15 b raised to 5 minus a raised to 5 എന്ന് കിട്ടും. ഇത്
ഇതൊക്കെ റിമാർക്സ് ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്താണെന്ന്. സ്പെറിക്കൽ കോർഡിനേറ്റ്സിന്റെ യൂസേജ് പറയാം. ഇതിലും നമുക്ക് ഒരുപാട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.